ഈ എയർലൈൻ ജോബിനെ അത് ഈ TV കണ്ടിരിക്കുന്ന എല്ലാരും അതൊന്ന് കേൾക്കണം. ഈ എയർലൈൻ ജോബിൽ വരിക എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു ആംബിയൻസ് ഉള്ള ജോലിയാണ്. ഗ്രാമറിലുള്ളത് ഇവിടെ പണിയെടുക്കണം. അപ്പൊ എല്ലാരും ജോലിക്ക് ഓടി പോവാ. നിങ്ങളിപ്പോ നിങ്ങളെ ഓഫീസിൽ 50,000 സാലറിക്ക് ഒരാളെ വെക്കാൻ പറഞ്ഞേ, ഇപ്പുറത്തെ സെലബിയില് 10,000-14,000 റുപ്യാണ് മാക്സിമം സാലറി ഈ കുട്ടികളൊക്കെ. ആ 14,000 റുപ്യൊക്കെ അവിടെ ഓടിപ്പോവും. ഈ 14,000 കൊണ്ട് അവന് ബസ്സിന് പൈസ ഉണ്ടാവില്ല, അവിടെ എത്താനുള്ള അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതുകൊണ്ടാ അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി, ഒരു സാലറി ബേസ് കൊടുക്കുന്നത്. ഇപ്പൊ ഫോറിൻ എയർലൈൻസിന് 10% ഓഫ് ഇത് കൊടുത്തിട്ടാണ് എയർ ഇന്ത്യനെ പൊട്ടിച്ചത്. സ്വന്തം നാട്ടിലുള്ള കമ്പനീനെ പൊട്ടിച്ചിട്ടാണ് ഫോറിൻ കാരിയർ കോൺട്രാക്ട് വാങ്ങണത്. ആ കോൺട്രാക്ട് ഉണ്ടാക്കുമ്പോ ഇവര് ഇത് കൊടുത്തു കഴിഞ്ഞ് ഇവരെ ഇല്ലാണ്ടാക്കുന്ന ഒരു സ്റ്റൈല് നമുക്ക് ഇവിടെ 2006 തൊട്ട് തുടങ്ങി. അല്ല, ഈ കോൺട്രാക്ട് എത്ര വർഷത്തേക്കായിരിക്കും? എല്ലാ വർഷവും റിന്യൂ ചെയ്യണോ? ഇല്ല 3 years 5 years 3 and 5 ഉണ്ട്. ഇപ്പൊ 5 years കൊടുക്കുക. കാരണം ഒന്നുമില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്തായാലും സെലബി ഇല്ലാതെ ഇത് മുമ്പോട്ട് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നും ഇല്ലല്ലോ അല്ലേ? സാർ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു വിരൽ മതി സാർ ഇതൊക്കെ ചെയ്യാൻ. ഇതിന് സെലബിയുടെ ആവശ്യമൊന്നുമില്ല.